CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വ്രതശുദ്ധിയുടെയും ആധ്യാത്മികതയുടെയും നാളുകൾക്ക് തുടക്കമിട്ട് കർക്കിടക മാസാചരണം. മനസ്സും ശരീരവും ശുദ്ധി ചെയ്തുള്ള വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പഞ്ഞമാസത്തെ ദുരിതങ്ങൾ മറികടക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ വീടുകളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മന്ത്രി ബിന്ദു കൃഷ്ണയും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. 2 മന്ത്രിമാരും ഇന്നലെ രാത്രിയോടെ ഗുരുവായൂരിലെത്തിയിരുന്നു. ഇന്ന് രാവിലെ ശീവേലി കണ്ടു തൊഴുതു. ചെന്നിത്തല സോപാനത്ത് കദളിക്കുല സമർപ്പിച്ചു. പോർക്കുളം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയിൽ താഴ്വാരത്തെ ഉന്നതിയിലേക്കുള്ള വഴിയിൽ ഭീഷണിയായി നിന്നിരുന്ന വലിയ വെട്ടുകൽപ്പാറ ഒടുവിൽ നീക്കം ചെയ്തു. കലശമല ഇക്കോ ടൂറിസം സെന്ററിന് സമീപത്തു നിന്നും 3 സെന്റ് ഉന്നതിയിലേക്കുള്ള വഴിയിലാണ് അപകടാവസ്ഥയിലുള്ള പാറകൾ ഉണ്ടായിരുന്നത്. കടവല്ലൂർ കല്ലുംപുറത്ത് KSRTC ബസും മിനി പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. വാനിൽ ഉണ്ടായിരുന്ന 2 പേർക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന് തുടക്കമായി. 1-ാം തീയതി വെള്ളിയാഴ്ച വിശേഷാൽ പൂജകൾ, കൂട്ടുഗണപതി ഹോമം, ത്രികാല പൂജ എന്നിവയുണ്ടായി. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ശനിയാഴ്ച സമാപിക്കും. ഭക്തർക്കായി വിപുലമായ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. കർക്കിടകം 1 മുതൽ 7 വരെ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യും. നെല്ലുവായ് ശ്രീ ധന്വതിരി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കർക്കിടകം 1 മുതൽ 31 വരെ എല്ലാ ദിവസവും പ്രത്യേക പൂജകളും അന്നദാനം, ചുറ്റുവിളക്ക്, കേളി, തായമ്പക എന്നിവയും നടക്കും. എല്ലാ ദിവസവും കാലത്ത് ഭക്തർക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്യും. മലങ്കര സഭ തേജസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പൊലിത്തയുടെ 117ാം ഓർമ്മ പെരുന്നാളും മലങ്കര സഭയെയും കുന്നംകുളം ഭദ്രാസനത്തെയും സ്തുത്യർഹമായി നയിച്ച കാതോലിക്ക ബാവ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ ബാവയുടെ 5ാം ഓർമ്മ പെരുന്നാളും സംയുക്തമായി ജൂലൈ 19, 20 തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം നഗരസഭയുടെയും സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ നഗരസഭയിലെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി മഴക്കാല പകർച്ചവ്യാധി പ്രതിരോധ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാൻ. ട്രെയിനിലെ സീറ്റിനടിയിൽ കഞ്ചാവ് ഒളിപ്പിച്ച മാഫിയയുടെ പുതിയ തന്ത്രം വെളിച്ചത്തായി. ഷൊർണൂരിൽ 10 കിലോയിലേറെ കഞ്ചാവ് പിടികൂടി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയുടെ കീഴിലുള്ള സെന്റ് തോമസ് കുരിശുപള്ളിയുടെ പെരുന്നാൾ ജൂലൈ 18, 19 ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുടിവെള്ളം വിതരണം ചെയ്യാൻ സാധിക്കാത്ത എല്ലാ ജൽജീവൻ മിഷൻ കണക്ഷനുകളിലെയും വാട്ടർ അതോറിറ്റിയുടെ ബില്ലുകൾ ഒഴിവാക്കി നൽകുന്നതിന് തീരുമാനമായി. ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ NK അക്ബർ MLA അധ്യക്ഷതയിൽ ചേർന്ന ജൽജീവൻ മിഷൻ ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രവൃത്തികളുടെ അവലോകന യോഗത്തിലാണ് തീരുമാനമായത്. CPIM-നെതിരെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ ED നടത്തുന്ന രാഷ്ട്രീയ പ്രേരിതമായ പ്രവർത്തനങ്ങൾക്കെതിരെയും കള്ളക്കേസുകൾക്കെതിരായും CPIM എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM നേതാക്കൾക്കെതിരെ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായ ED കള്ളക്കേസെടുക്കുന്നു എന്നാരോപിച്ച് കേച്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഇന്തോനേഷ്യയിൽ നിന്നും കൊച്ചി വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ ബിനോജിനൊപ്പം 5 പേർ കൂടിയുണ്ടായിരുന്നു. ഇവർ മനുഷ്യരല്ല, തന്റെ അരുമകളായ 5 വളർത്തുമൃഗങ്ങളാണ് എന്നതാണ് പ്രത്യേകത. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകൻ PJ സ്റ്റൈജു ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ആരംഭിച്ച ലഹരിക്കെതിരെയുള്ള പുസ്തക ചങ്ങാത്ത പദ്ധതി 92 സ്കൂളുകളിൽ പൂർത്തിയായി. 92ാമത് സ്കൂളായി മരുതയൂർ പാവർട്ടി ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. ആർത്താറ്റ് ഹോളിക്രോസ് CBSE സ്കൂളിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ഒട്ടും ചോരാതെ മിനി വേൾഡ് കപ്പ് സൗഹൃദ മത്സരം സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. ആരോഹൻ ഫിസ്റ്റ 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന യുവജനോത്സവത്തിന്റെ ലോഗോ സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OIC പ്രകാശനം ചെയ്തു. വാട്ടർ സർവീസ് സെന്ററിന് അനുമതി വൈകിയെന്ന ആരോപണം. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ ഒറ്റയാൾ സമരം. വീടിനോട് ചേർന്ന് നിർമ്മിച്ച വാട്ടർ സർവീസ് സെന്ററിന് 6 മാസമായിട്ടും പ്രവർത്തനാനുമതി ലഭിച്ചില്ലെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകനായ നമ്പ്രാണത്തേൽ N അഷ്റഫ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ഒറ്റയാൾ സമരം നടത്തി.
ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷവും അതിന്റെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനം സാന്ത്വന സ്പർശം 2026 പരിപാടിയും ജൂലൈ 19 നടക്കും. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.